LP-UP എക്സാമിന് ചോദിക്കുന്ന പാരഗ്രാഫ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് പരിചിതമല്ലാത്ത വാക്കുകൾ റൗണ്ട് ചെയ്യുകയോ അണ്ടർലൈൻ ചെയ്യുകയോ ചെയ്യാം. അതിൽ പരിചിതമല്ലാത്ത വാക്കുകൾ അല്ലെങ്കിൽ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട എലമെന്റ്സ് തുടങ്ങിയവ അടയാളപ്പെടുത്തുക. ഈ ഒരു ചോദ്യം 2022 UPക്ക് ചോദിച്ച ചോദ്യമാണ്. In course of time, we found that we simply could not do without the old lady. She cooked for us, tended the child, gave us necessary courage when the child had fever or stomachache and we become distraught. ഈ ഒരു പാരഗ്രാഫിലൂടെ വായിച്ചപ്പോൾ ഡിസ്ട്രോട്ട് എന്നുള്ള വാക്കാണ് അപരിചിതമായിട്ട് വരുന്നത്. അപ്പോൾ ആ വാക്കിന് നമുക്ക് അർത്ഥം അറിയില്ല എങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് സ്ക്രീൻ പാസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ടൊന്ന് വായിച്ചു നോക്കുക. ഓരോ ടോപ്പിക്കിലും നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് അറിയാത്തതെന്ന് നോക്കുക. ഇപ്പൊ ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങള്, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ എന്നിവ ഇവിടെ വ്യത്യസ്ത നിറത്തിൽ നൽകിയിട്ടുണ്ട്. ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഡിസ്ട്രോട്ട് എന്ന വാക്കിന്റെ അർത്ഥം വറീഡ് എന്നാണ്. ഡിസ്ട്രോട്ട്, വറീഡ്. ഫോണ്ട് ഓഫ്, ഇതൊരു പ്രിപ്പോസിഷൻ ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഫോണ്ടിന്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ കൂടെ വരുന്നത് ഫോണ്ട് ഓഫ് എന്ന് പറയുന്ന പ്രയോഗമാണ്. ബിനൈൻ, ബിനൈൻ, കൈൻഡ്, ജെന്റിൽ എന്നാണ്. ഗോഡുമായിട്ട് ബന്ധപ്പെട്ട് ബിനൈൻ, മേഴ്സിഫുൾ എന്നുള്ള വാക്ക് പരിചിതമായിരിക്കും. ടെൻഡഡ് ദ ചൈൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടിയെ പരിപാലിക്കുക എന്നുള്ളതാണ്. ഔട്ട്ലുക്ക്, കാഴ്ചപ്പാട്, വീക്ഷണഗതി എന്നാണ്. ഫ്ലക്ച്വേറ്റ്, ഇവിടെ വായിക്കുമ്പോഴത്തേക്കും വില കൂടുകയാണ് ചെയ്യുന്നത്. ഫ്ലക്ച്വേറ്റ്. അവയിൽ, ഉപകരിക്കുക. നമ്മുടെ പാരഗ്രാഫിലുള്ളത് നോ അവയിൽ എന്നാണ്, ഉപകരിക്കുന്നില്ല എന്നുള്ളത്. അതായത് ആ സ്ത്രീയോട് കൂടുതൽ ആഹാരം കഴിക്കാൻ പറഞ്ഞെങ്കിലും അവരെന്ത് ചെയ്തില്ല, ആഹാരം കഴിക്കുന്നില്ല. ബട്ടർ മിൽക്കും ഒരു പിടി റൈസും മാത്രമാണ് അവർ കഴിച്ചത്. ഇൻഡ്യൂസ്, ഇൻഡ്യൂസ് പ്രേരിപ്പിക്കുക എന്നുള്ള വാക്കാണ്. അപ്പോ 3 ചോദ്യങ്ങളായിരുന്നു ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. What was the price that Sushila had to pay for having the old lady at home? ആ ഓൾഡ് ലേഡിയെ വീട്ടിൽ നിർത്തിയത് കൊണ്ട് സുശീലയ്ക്ക് ഉണ്ടായ പ്രോബ്ലം എന്താണ്? What's the price that Sushila had to pay? അതിൽ പറയുന്നത്, her child ignored her. അത് തെറ്റാണ്. She had to work hard in the kitchen. കിച്ചണിൽ ജോലി ചെയ്യേണ്ടവെന്നോ അല്ല. She lost her control over the kitchen budget. കിച്ചൺ ബഡ്ജറ്റിൽ ഉണ്ടായ വ്യത്യാസം മാത്രമേ ഉള്ളൂ ആൻസർ ആയിട്ട് വരുന്നത്. ബിനൈൻ എന്ന വാക്കിന്റെ അർത്ഥം ജെന്റിലാണ്, കൈൻഡ് ആണ്. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു. പിന്നെ മൂന്നാമത് ചോദിച്ചത്, വാട്ട് മെയ്ഡ് ദ നരേറ്റർ ആൻഡ് ഹിസ് വൈഫ് വണ്ടർ? ഈ ലേഖകനും അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ വൈഫും ഏത് കാര്യത്തിലാണ് അത്ഭുതപ്പെട്ടത്? ദ ഓൾഡ് ലേഡീസ് എനർജി ടു ഡു വർക്ക്. ആ സ്ത്രീയുടെ ഊർജ്ജസ്വലതയെ ആണ് അവർ എന്ത് ചെയ്തത്, അത്ഭുതപ്പെട്ടത്. ഊർജ്ജസ്വലത ഓർത്താണ് അവർ അത്ഭുതപ്പെട്ടത്. വളരെ കുറച്ച് ആഹാരം മാത്രം കഴിക്കുന്നു, കുട്ടിയുടെ കാര്യം, അടുക്കള കാര്യം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പാരഗ്രാഫിൽ നിന്ന് ഉത്തരം വരുന്നത് ഇതാണ്. നമ്മൾ ഈ പാസേജ് പരിശോധിക്കുമ്പോൾ 3 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 3ഉം സിമ്പിൾ ആയിട്ടുള്ള, വായിച്ച് കണ്ടെത്താൻ പറ്റുന്ന വാക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. ശരി, ഒരല്പം പരിചിതമല്ലാത്ത വാക്ക് ഡിസ്ട്രോട്ട്, ഡിസ്ട്രോട്ട്, വറീഡ് എന്നുള്ള വാക്കാണ്. പക്ഷെ അത് പരീക്ഷയ്ക്ക് ചോദിച്ചതുമില്ല. അപ്പൊ പാരഗ്രാഫ് വായിച്ചു നോക്കുന്നത് കഴിവതും ഏറ്റവും അവസാനത്തേക്ക് മാറ്റുന്നതായിരിക്കും പ്രയോജനകരമാണ്. നമ്മൾ ആദ്യം ബാക്കിയുള്ള ചോദ്യങ്ങൾ 1 വേർഡ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പാരഗ്രാഫ് കോംപ്രിഹെൻഷൻ കണ്ടു